ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യഭിചാര പ്രവൃത്തിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഏതാണ് ഈ ഊള, എന്താണ് ഇവൻ ഈ ഊളത്തരം പറയുന്നത് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, ഇത് ആരുടെ ഒപ്പീനിയൻ ആണെന്ന് ഞാൻ നിങ്ങളെ വ്യക്തമായി കാണിച്ച് മനസ്സിലാക്കി തരാം. വിവാഹമോചനവും പുനർവിവാഹവും എന്നത് അതിഭയങ്കരമായ രണ്ട് പാപങ്ങളെ അത് നയിക്കുന്നുവെന്ന് പെന്തക്കോസ്തുകാരായ ചിലർക്ക് പോലും അറിയാതിരിക്കുകയാണ്. വിവാഹമോചനത്തോടും പുനർവിവാഹത്തോടും ബന്ധപ്പെട്ട് അതിഭയങ്കരമായ രണ്ട് പാപങ്ങളുണ്ട്. ഒന്ന് വ്യഭിചാരം, അടുത്തത് കൊലപാതകം. ആയതുകൊണ്ടാണ് ജീവിത പങ്കാളിയിൽ ഏതെങ്കിലും വ്യക്തി ജീവിച്ചിരിക്കവേ വിവാഹമോചനം നേടുവാനോ പുനർവിവാഹം കഴിക്കുവാനോ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാത്തത്. ഒരു കാരണവശാലും പുനർവിവാഹം കഴിക്കാൻ അനുവദിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇവനാണല്ലോ കോടതി. എന്തായാലും അങ്ങനെ ഒരു പുനർവിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏതെങ്കിലും കാരണവശാൽ വിവാഹമോചനം നേടുകയും പുനർവിവാഹം കഴിക്കുകയും ചെയ്തവരെ ഞങ്ങൾ ഒരു കാരണവശാലും തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുകയില്ല. അവർക്ക് സഭയിലെ ഒരു അംഗീകാരയോഗ്യമായ വിശ്വാസിയായിരിക്കാവുന്നതല്ല. 18-ാം വാക്യം, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി നടക്കുന്ന ഒരു പ്രവൃത്തി. ഒരു ദിവസം നടക്കുന്നു എന്നല്ല, തുടർച്ചയായിട്ട് വ്യഭിചാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ ഞങ്ങളുടെ സഭാംഗങ്ങളായി അംഗീകരിക്കുകയുമില്ല. നമ്മുടെ എല്ലാ വിശ്വാസികളും ശരിയായി പഠിക്കുകയും മറ്റവരെ പഠിപ്പിക്കുകയും വേണം. ഇത്രയും മഹത്തായ ഒരു ദൈവ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് മറ്റാരുമല്ല, TPM പെന്തക്കോസ്തൽ സഭയുടെ ചീഫ് പാസ്റ്ററാണ്. ചീഫ് പാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് ഈ TPMന് ലോകത്തെവിടെയെല്ലാം ഇന്റർനാഷണലി എവിടെയെല്ലാം സഭകളുണ്ടോ അതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത്. ഇപ്പം TPMൻ്റെ തലവൻ എന്ന് തന്നെ പറയണം. എന്ത് വിവരം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിയുടെ പേരാണ് TU തോമസ്. ഈ TU തോമസ് എന്നൊക്കെ ഞാൻ വിശ്വാസിയായിരുന്ന ഈ TPMൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ TU തോമസ് എന്ന് കേൾക്കുമ്പോഴൊക്കെ എന്തൊരു ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ആയിരുന്നു അറിയും. ഈ ഒരു കൾട്ടിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ലോകത്തെക്കുറിച്ച് സാമാന്യ ബുദ്ധിയിലും യുക്തിയിലും ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുക. കാരണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്നിട്ടൊന്ന് ചോദിക്കായിരുന്നു, എന്തൊരു വിവരക്കേടാണ് തോമാച്ചായ നിങ്ങൾ ഈ പടച്ചു വിടുന്നത് എന്ന്. എന്തായാലും ഇപ്പം മറ്റ് പെന്തക്കോസ്ത് വിശ്വാസികൾ കമൻറ്റ് ബോക്സിലേക്കുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. ഇത് TPMമാർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. ഞങ്ങളെപ്പോലുള്ള IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ബാക്കി സ്വതന്ത്ര സഭകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇതൊക്കെ മോശം, നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയാൻ പോകുന്നതിന് മുമ്പ്, കാരണം ഇവരുടെ ഒരു അടവാണ് എന്തൊരു പ്രശ്നം വന്നാലും TPMൻ്റെ തലയിലിട്ടിട്ട് തടിയൂരുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം വരും എന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത തരത്തിലൊരു സ്റ്റാൻഡേർഡ് കൂടിയ വിചാരമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 30-ാം വാക്യത്തിലാണ് പറയുന്നത്. 31-ാം വാക്യത്തിൽ, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായി തല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, എന്തുകൊണ്ട് അവൻ വ്യഭിചാരം ചെയ്യുന്നു പറയാതെ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു? ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഉപേക്ഷിക്കാം. ഈ ബൈബിളിൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നുള്ളൂ, സ്ത്രീ പുരുഷനെ ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല. കാരണം അങ്ങനെയുള്ളത് കുറവായിരുന്നു അന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, രണ്ടും ഒരുപോലെയാണ്. പക്ഷേ സ്ത്രീ പുരുഷനോട് വേണ്ടെന്ന് പറയുന്ന കുറവായിരുന്നു. പുരുഷനാണ് കുറേ കാര്യം വിട്ടിട്ട് പോകുന്നത്. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 100 ഡൈവോഴ്സ് വരുമ്പോൾ 65 പേരും സ്ത്രീകളാണ് ഫയൽ ചെയ്യുന്നത്. ഇപ്പോൾ സംഗതി മാറിയിട്ടുണ്ട്. അപ്പം കർത്താവ് ഇന്നത്തെ ലെവലിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നുള്ളതല്ല, സ്പൗസ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരായാലും ഒരാൾ ഉപേക്ഷിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കുകയാണ്, ഭാര്യ പറയുന്നത് ഞാൻ നിന്നെ വിട്ടു, നീ ആരെങ്കിലും കിട്ടി ജീവിച്ചു. ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, ഇനി നിങ്ങളോട് താമസിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിനോട് ഈ ഭാര്യ എന്താ പറയുന്നത്? നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോ, എന്നെ വിട്ടേക്ക്, ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. ആ ഒരു കൊച്ചിന് വരെ ഈ വിവരമില്ലായ്മ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇയാൾ പറയുന്നത് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി. അപ്പം ഡൈവോഴ്സിനകത്ത് നമ്മൾ ഞാൻ നിന്നോട് വേർപിരി എന്ന് പറയുമ്പോൾ അതിന് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ആൻഡ് കമ്മിറ്റ് അഡൾട്ടറി, നീ പോയി വിചാരം ചെയ്ത് ജീവിക്കും. കേട്ടല്ലോ. അപ്പോൾ ഇത് TPMൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നമുക്ക് തടി തപ്പിക്കളയാം എന്ന് ബാക്കി ഒരു വിശ്വാസികളും വിചാരിക്കേണ്ട. ഇത് പെന്തക്കോസ്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ടീച്ചിങ് തന്നെയാണ്. പുള്ളിയുടെ വിഷമം നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ ഭാര്യയ്ക്ക് ആ ഒരു ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഭർത്താവിന് ആ ഒരു ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ അവർ പറയുന്നത് നമുക്കിനി ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല, നീ പോയിട്ട് മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു. അതൊരു പാപമായിട്ടാണ് പുള്ളിക്ക് തോന്നുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, ഇനിയും പാർട്ട്ണർ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ആണായിരിക്കാം പെണ്ണായിരിക്കാം, ഇതിൽ ആരാണെങ്കിലും എത്ര അബ്യൂസീവ് ആണെങ്കിലും, എത്ര മാനിപ്പുലേറ്റീവ് ആണെങ്കിലും, എത്ര എക്സ്ട്രീംലി ടോക്സിക് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു മാരേജ് റിലേഷൻഷിപ്പ് കൊണ്ട് നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറയുന്ന തൊട്ട് ഡിവോഴ്സ് ചെയ്യാൻ അനുവാദം ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കേരളത്തിൽ ഒരു ആവറേജ് വിവാഹപ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 20s ആ ഒരു 20s നമ്മുടെ ഒരു മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി എത്രത്തോളം നമ്മൾ വെല്ലായിരിക്കും, എത്രത്തോളം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു അറേഞ്ച്ഡ് മാരേജാണ്. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴത്തേന് ഇവർ എന്താണ് നോക്കുന്നതെന്ന് ആ ഒരു പെന്തക്കോസ്റ്റൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അവർ ജാതി
കൃത്യമായും നോക്കിയിരിക്കും. അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ കുടുംബ മഹിമ, ഏത് സഭക്കാരനാണ്, ഇതെല്ലാം നോക്കിയിട്ട് ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ അവരൊരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ ഒരു വ്യക്തി ഈ ഒരു ഭാര്യയും ഭർത്താവുമായി തീർന്ന് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അയാൾ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് അനിവാര്യമായിട്ട് വരുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പതുക്കെ അവരുടെ യഥാർത്ഥ ഒരു പേഴ്സണാലിറ്റി, അവരെങ്ങനത്തെ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് എന്ന കാര്യം വെളിവായി വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവ് കൊണ്ട് അവർ മനസ്സിലാക്കുകയാണ്, എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ എക്സ്ട്രീംലി മാനിപ്പുലേറ്റീവ് ആണ്, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട്, അതുമാത്രമല്ലാതെ എന്നെ ഫിസിക്കലി മെൻ്റലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ കാരണങ്ങളുണ്ടെങ്കിൽ പോലും അനുവാദം ഇല്ല, അത്ര തന്നെ അങ്ങോട്ട് ജീവിക്കുക, കടിച്ച് പിടിച്ചങ്ങ് സഹിക്കുക. അതാണ് പെന്തക്കോസ്തുകാർ പറഞ്ഞു വെക്കുന്നത്. ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വിക്ടിമിനെ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പാക്കി ഇടുക, അതാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇവരിതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു കല്യാണം വരുമ്പോഴേ ഇവരെപ്പോഴും പറയാറുണ്ട്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേന് വാലായിരിക്കണം, പുരുഷൻ തലയായിരിക്കണം. അതുമാത്രമല്ലാതെ ഈ ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ ഈ ലോകത്തിൽ വിവാഹം നടത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ വെച്ച് ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇവിടെ വെച്ച് നടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വിവാഹം എന്ന് പറയുമ്പോഴത്തേന് ദൈവം കൂട്ടി യോജിപ്പിച്ചതാണ്. ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ വേർപിരിക്കാൻ മനുഷ്യനാർ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ ഈ സാധനം വേർപിരിക്കാൻ പാടില്ല. അത് ദൈവഹിതമല്ല, അത് പാപമാണ്. ഈ ഒരു സാധനം പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു വിക്ടിമാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. മെജോറിറ്റി ഓഫ് ടൈം സ്ത്രീകൾ തന്നെയാണ്. കാരണം ഈ പെന്തക്കോസ്റ്റൽ സൊസൈറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീംലി പാട്രിയാർക്കലായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പച്ചയ്ക്ക് ആയിരങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരിത്രയും എക്സ്ട്രീംലി ടോക്സിക് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ മെൻ്റലിയും ഫിസിക്കലിയും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പറയാൻ ധൈര്യപ്പെടുക. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു ഡിവോഴ്സിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടായിരിക്കും ഇവരവരെ ചിത്രീകരിക്കുക? വ്യഭിചാരം ചെയ്യുന്നൊരു വ്യക്തി. പിന്നെ ഇനിയും ഒട്ടും സഹിക്കാൻ വയ്യെങ്കിൽ ഇവരൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ധന്യമായ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് 100 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള 2 വീടുകളിൽ താമസിക്കും. പക്ഷേ അപ്പോൾ തന്നെയും നിങ്ങൾക്ക് മറ്റൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്ത് അയാളുടെ കൂടെ ജീവിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു 30 വയസ്സിലൊക്കെ ഇങ്ങനെ വേർപിരിയേണ്ടി വന്ന വ്യക്തിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ ബാക്കി വരുന്ന 30-40 വർഷം ലോൺലിനെസ്സിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ ഇവരുടെ ഈ ഒരു പഠിപ്പിക്കൽ കാരണം. ഡിവോഴ്സ് റേറ്റ് ഒക്കെ കൂടുന്നത് എന്തോ വലിയ മഹാഭാവമാണ്, വൃത്തികേടാണ് എന്ന രീതിയിലൊക്കെ ഇവർ അവതരിപ്പിക്കാറുണ്ട്. ഡിവോഴ്സ് റേറ്റുകൾ കൂടുന്ന സൊസൈറ്റീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സന്തുഷ്ടരായിട്ടുള്ള മനുഷ്യരാണ്. അവരവരുടെ പേഴ്സണൽ റൈറ്റ്സിന്, അവരുടെ പേഴ്സണൽ ഫ്രീഡത്തിന്, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ വില കൽപ്പിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ നരകിച്ചുകൊണ്ട് ലോകത്തിൽ ആകെ ഒരു 60 വർഷം ജീവിക്കുന്ന ഈ ലോകത്തിൽ എനിക്കങ്ങനെ നരകിച്ച് ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊരു റിയലൈസേഷനാണ്. അതുമാത്രമല്ലാതെ അവർ ഫിനാൻഷ്യലിയും മെൻ്റലിയും ഇമോഷണലിയും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായി കഴിയുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല എനിക്ക് കിട്ടിയ ചുരുങ്ങിയ കാലയളവ് ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്നു ആ ഒരു സ്പേസിലേക്ക് പോവുകയാണ് അവർ ചെയ്യുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ. അങ്ങനെ തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഇത്രയും റിഗ്രസീവായിട്ടുള്ള ഐഡിയാസ് മനുഷ്യരെ പഠിപ്പിക്കുന്നതും ബിലീഫിൻ്റെ പേരിൽ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും കാരണം വളരെയധികം ആൾക്കാർ ഈ ഒരു ബിലീഫിനകത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേര്. ഈ ഒരു ടീച്ചിങ് കാരണം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടിമിനെ ഒരു എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള റിഗ്രസീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പ് ചെയ്തിടുകയാണ്. അവരുടെ ഒരു ജീവിതകാലം ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നശിച്ച് തീർക്കുകയാണ്. അവരുടെ മെൻ്റൽ ഹെൽത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാതെ അവരെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ് ഇവർ ഈ ഒരു കാര്യം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന പല ആളുകൾക്കും ഇതേ അനുഭവം ഈ ഒരു കൾട്ടിൽ നിലനിന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ ഇപ്പോഴും ഇതിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ദയവായി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതി അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്ക് കാണുവാനും അത് എങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു, നെഗറ്റീവ്ലി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.